വെൽക്കം ബാക്ക് ടു ടെൻഡുലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ പൊളിറ്റിക്കൽ സയൻസ് ആൻസർ കീയാണ് ഇന്ന് നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയുടെ ആൻസർ കീ ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 1 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് 1 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 16 മാർക്ക് കിട്ടും. നമ്മൾ മോഡൽ എക്സാമിനൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, ചില ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് തന്നെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഐഡന്റിഫൈ ദ യങ് എക്കണോമിസ്റ്റ് ഹൂ ഈസ് അസോസിയേറ്റഡ് വിത്ത് സെക്കൻഡ് 5-year പ്ലാൻ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിസ്റ്റ് ആരാണെന്ന്. ഓക്കെ, PC മഹൽനോബിസ്. ഓക്കെ, PC മഹൽനോബിസ് ആണ് ആൻസർ. ദെൻ Rio Summit recommended the list of developmental practice. This is known as പല ആൾക്കാരും തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം അജണ്ട 21 ആണ് റൈറ്റ് ആൻസർ. അജണ്ട 21 is the right answer. Then അടുത്തത് അടുത്ത ചോദ്യം, which of the statement is true about globalization? ഇവിടെ മലയാളത്തിൽ ചുവടെ നൽകിയിട്ടുള്ളവയിലെ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ആഗോളവൽക്കരണം ഒരു സാമ്പത്തിക പ്രതിഭാസമാണ് എന്നുള്ളത് തെറ്റാണ്. ഒരു എക്കണോമിക് ആയിട്ടുള്ള ഫിനോമിന മാത്രമല്ല. ആഗോളവൽക്കരണം 1991 തുടങ്ങിയതും തെറ്റാണ്. ആഗോളവൽക്കരണം പാശ്ചാത്യവൽക്കരണവും ഒന്നാണ്, അത് തെറ്റായിട്ടുള്ളതാണ്. ദെൻ ആഗോളവൽക്കരണത്തിന് നിരവധി മാനങ്ങളുള്ള പ്രതിഭാസമാണ്. ഇതാണ് ആൻസർ. ഗ്ലോബലൈസേഷൻ ഈസ് മൾട്ടി ഡയമെൻഷനൽ ഫിനോമിന ഇസ് ദ റൈറ്റ് ആൻസർ. ആഗോളവൽക്കരണം മൾട്ടി ഡയമെൻഷനിലാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് സീറ്റ് വാസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ റൈറ്റ് എക്സ്പാൻഷൻ ഓഫ് MNF. മിസോ നാഷണൽ ഫ്രണ്ട് ആണ്. മിസോ നാഷണൽ ഫ്രണ്ട് മിസോ ആണ് കേട്ടോ. മണിപ്പൂരിൽ നിന്നൊക്കെ എഴുതി വെച്ചു എന്ന് ഒരിടത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. മണിപ്പൂരല്ല, മിസോ നാഷണൽ ഫ്രണ്ട് ആണ്. ദെൻ വിച്ച് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. ഇത് അനൗൺസ്ഡ് ഇംപ്ലിമെന്റേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് മണ്ഡൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള ചോദ്യമാണെങ്കിൽ അത് നമുക്കറിയാം മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിൽ 1979 പക്ഷെ ചോദിച്ചിട്ടുള്ളത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നാണ്. ഇംപ്ലിമെന്റേഷന് വന്നിട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ആരാണ്? VP സിംഗ് ആണ്. VP സിംഗ്. ഓക്കെ, VP സിംഗ് ഇസ് ദ ആൻസർ. Then ഏഴാമത്തെ ചോദ്യം, which among the following statement is about the partition of incorrect? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 മാർക്കിനാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പിച്ചോ 2 തെറ്റുണ്ട്. 1 മാത്രമല്ല 2 തെറ്റുണ്ട്. ഓക്കെ, പാർട്ടീഷൻ വാസ് ദ ഔട്ട്കം ഓഫ് 2-nation തിയറി. വിഭജനം ദ്വിരാഷ്ട്രവാദത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പഞ്ചാബ് മദ്രാസ് were the 2 provinces divided on the basis of religion. അത് തെറ്റാണ്. അതായത് പഞ്ചാബും മദ്രാസ് അല്ല, പഞ്ചാബും ബംഗാളുമാണ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് B ആണ്. ഈസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ were not continuous. അത് തുടർച്ചയായിട്ടുള്ള ഒന്നല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അടുത്തായിരുന്നില്ല, അതും ശരിയാണ്. ദെൻ അതിർത്തിക്കപ്പുറത്ത് ജനങ്ങളെ കൈമാറുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത്. വിഭജനത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം അതായിരുന്നു, ജനങ്ങളെ കൈമാറുന്ന ഒരു പദ്ധതി വിഭജന വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഡിയും ബിയുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ജയ് ജവാൻ ജയ് കിസാൻ ഗരീബി ഹട്ടാവോ, ഈ പ്രധാനമന്ത്രി 2 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ജയ് ജവാൻ ജയ് കിസാൻ? ആരാണ്? ശാസ്ത്രിയാണ് അല്ലേ. ദെൻ ഗരീബി ഹട്ടാവോ ആരാണ്? ഇന്ദിരാഗാന്ധി. ലാൽ ബഹദൂർ ശാസ്ത്രി, ജയ് ജവാൻ ജയ് കിസാൻ, ഗരീബി ഹട്ടാവോ, ഇന്ദിരാഗാന്ധി. ശരിയായിട്ടുള്ള ആൻസറാണ്, പെട്ടെന്ന് എഴുതാൻ പറ്റും. ജനകീയ പ്രസ്ഥാനങ്ങളിൽ ചുവടെ കൊടുക്കുന്നുണ്ട് അവയുമായി ബന്ധപ്പെട്ട നേതാക്കൾ. അപ്പോൾ 3 പേരാണ്.
നർമ്മദ ബച്ചാവോ നമുക്കറിയാം മേധാ പട്കർ ആണ് എന്നുള്ളത്. ദളിത് പന്തേഴ്സ് അറിയില്ലെങ്കിലും നെക്സ്റ്റ് ശാന്തി പ്രസാദ് ഭട്ട നമുക്കറിയാം ഏതുമായിട്ട് ബന്ധപ്പെട്ട ശാന്തി പ്രസാദ് ഭട്ട് ചിപ്കോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ശാന്തി പ്രസാദ് അല്ല നന്ദിദാസാലാണ് ദളിത് പന്തേഴ്സ്. വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ചോദ്യം, ഓക്കെ, ചുവടെ നൽകിയിട്ടുള്ളതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ്. OICC നമുക്കറിയാം യൂറോപ്യൻ യൂണിയയുടെ ആദ്യ രൂപമായിരുന്നു OEEC എന്നുള്ളത്. അപ്പൊ ഇത് 1948 ആണ്. 1948 തോന്നുന്നു. ഫസ്റ്റ് വരുന്നത് ഏതായാലും OICC ആണ്. പിന്നെ നാറ്റോ ആണ് ലേറ്റർ ആയിട്ട് വരുന്നത്. ദെൻ വരുന്നത് ആസിയാനെ പിന്നെ വരുന്നത് യൂറോപ്യൻ യൂണിയൻ 1992 ആണ്. അപ്പോൾ ഇതിലെ കാലക്രമത്തിൽ എഴുതണമെങ്കിൽ ആദ്യം OEC, രണ്ടാമതായിട്ട് എഴുതേണ്ട നാറ്റോ, ദെൻ യൂറോപ്യൻ യൂണിയന് ഏറ്റവും ലാസ്റ്റ് ആണ്, ആസിയാൻ തേർഡ്, ദെൻ യൂറോപ്യൻ യൂണിയൻ ഫോർത്ത്. ദെൻ അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. മോഡൽ എക്സാമിന് അതേ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം നമുക്കറിയാം ഫസ്റ്റ് ഗൾഫ് വാറാണ്. ഡെസേർട്ട് സ്റ്റോം 1991 ഒന്നാം ഗൾഫ് യുദ്ധമാണ് ഓപ്പറേഷൻ ഡെസേർട്ട്. ഓക്കെ, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്, ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഇതിൽ നിങ്ങൾക്ക് അറിയുന്നത് ആദ്യം മാർക്ക് ചെയ്യുക എന്നുള്ള ടെക്നിക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇറാഖി ഫ്രീഡം നിങ്ങൾക്ക് അറിയുന്നതാണ്. 2003 ഇറാഖി ഫ്രീഡം വരുന്നത്. ദെൻ അമേരിക്കയുടെ ഇറാഖ് അധിനിവേശമാണ്. 2003 അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം വരുന്നത്. രണ്ടെണ്ണായി. ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം. ഇൻഫിനിറ്റി റീച്ചും എൻഡ്യൂറിംഗ് ഫ്രീഡം. ഇൻഫിനിറ്റി റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1998 സുഡാനിലെയും അഫ്ഗാനിലെയും അൽഖ്വയ്ദ ക്രൂയിസ് മിഷനിലൂടെ ആക്രമണമായിരുന്നു. എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 2001 9/11 അതായത് സെപ്റ്റംബർ 11 ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സംശയിക്കുന്നവരെതിരെയുള്ള ആക്രമണമായി. അപ്പൊ ഇതിലെ 16 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.